എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അലക്സ് ഒഴുകയിൽ. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് ഫോണല്ല. ഹലോ ഹലോ എൻ്റെ പേര് അലക്സ് ഒഴുകയിൽ. അലക്സ് ALEX അലക്സ് ഒഴുകയിൽ. കിഫ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സ്വതന്ത്ര കർഷക സംഘടനയുടെ ചെയർമാനാണ്. എന്നോടൊപ്പം ഇന്ന് ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് ശ്രീ ജോസ് വർക്കി, കിഫ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. ജോസ് വർക്കി. ഇത് ജിനോ, ഇത് EJ സണ്ണി, ജിനോ ജോർജ്, EJ സണ്ണി, EJ സണ്ണി, ജെയ്മോൻ TG. അവരെല്ലാം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി മെമ്പർമാരാണ്. കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കർഷക പക്ഷത്തു നിന്നുള്ള ഒരു കർഷകയുടെ അവകാശ പത്രിക ഈ മാസം 7-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ വെച്ച് കിഫ റിലീസ് ചെയ്തിരുന്നു. മൊത്തം 35 ഡിമാൻഡുകളാണ് നമ്മളിതിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ 15 ഡിമാൻഡുകൾ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടും 20 ആവശ്യങ്ങൾ റവന്യൂ ഭൂമിയുമായി ബന്ധപ്പെട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ്, ലാൻഡ് ഇഷ്യൂസ്, പട്ടയ പ്രശ്നം, അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ വന്യമൃഗ ശല്യം വളരെ രൂക്ഷമാണ്. അതായത് ചാലക്കുടി, ചേലക്കര, ഒല്ലൂർ, പുതുക്കാട്, വടക്കാഞ്ചേരി ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ പ്രശ്നമാണ്. കേരളത്തിൽ മൊത്തം 78 മണ്ഡലങ്ങളിൽ 78 നിയമസഭാ മണ്ഡലങ്ങളിൽ വന്യജീവി ശല്യമുണ്ട് എന്നാണ് സർക്കാരിന്റെ കണക്ക്. അതിൽ 30 എണ്ണത്തിൽ അതിരൂക്ഷമായ പ്രശ്നമുണ്ട്. ഈ 30 എണ്ണത്തിൽ പെട്ടതാണ് നമ്മുടെ ചാലക്കുടി, ചേലക്കര അടക്കമുള്ള മണ്ഡലങ്ങൾ. ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത്, ഈ 78 മണ്ഡലങ്ങളിൽ 54 എണ്ണം LDFന്റെ സെറ്റിംഗ് സീറ്റുകളും 24 എണ്ണം UDFന്റെ സെറ്റിംഗ് സീറ്റുകളുമാണ്. അപ്പൊ LDF തുടർ ഭരണത്തെ പറ്റി, 3-ാം തുടർ ഭരണത്തെ പറ്റി പറയുന്നു, UDF തിരിച്ചു വരുന്നതിനെ പറ്റി പറയുന്നു. LDFന് ഭരണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ 54 മണ്ഡലങ്ങളിൽ മിനിമം ഒരു 40 എണ്ണം റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതേസമയം UDFന് തിരിച്ചു വരണമെങ്കിൽ 54 എണ്ണം LDFന്റെ കയ്യിലുള്ളതിൽ ഒരു മിനിമം 40 എണ്ണമെങ്കിൽ പഠിച്ചേ പറ്റും. അപ്പൊ ഈ മേഖലയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള പത്രക്കാരായതുകൊണ്ട് അറിയാം, തൃശ്ശൂർ പീച്ചി മേഖലയിൽ സ്ഥിരമായിട്ടുള്ള പ്രശ്നം. അതിരപ്പള്ളി, വാഴച്ചാല് നിങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ വാട്സപ്പിൽ വരുന്ന ആന ഇറങ്ങിയിട്ടുണ്ട്, ജനം പുറത്തിറങ്ങരുത് എന്ന എല്ലാ ദിവസവും സ്റ്റാൻഡേർഡ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു തരത്തിലും ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മലയോര മേഖല മാറിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പരിഹാരത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്ന, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഫസ്റ്റ് പേജ് എടുക്കുക. ഈ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ഈ വന്യമൃഗശല്യം എന്നുള്ള വിഷയത്തിന് ഇത് പരിഹരിക്കേണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അവരുടെ ഉത്തരവാദിത്തമാണ് വന്യമൃഗങ്ങളെ വനത്തിൽ നിർത്തുക, ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാൻ തടയുന്നത്. അതിൽ അവർ പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കും. പിന്നെ എന്താണ് ഇതിനൊരു പോംവഴി? ഇതിൽ നമ്മൾ പറയുന്ന ഒരു പോംവഴി, ഇതിനകത്ത് സെക്ഷൻ 11(2) എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ. അത് പറയുന്നത് സെൽഫ് ഡിഫൻസ് ആണ്. അത് സ്വരക്ഷയ്ക്കുള്ള അവകാശമുണ്ട്. അത് പറയുന്നത് കില്ലിംഗ് ഓർ വൂണ്ടിംഗ് ഓഫ് എനി വൈൽഡ് ആനിമൽ ഇൻ സെൽഫ് ഡിഫൻസ് ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്നാണ്. അപ്പൊ ആ ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് വനത്തിന് വെളിയിൽ ഇറങ്ങുന്ന വന്യജീവികളെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, നിലവിലെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട്. ഞങ്ങൾ ഈ പറയുന്ന 35 പോയിന്റുകളും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ കൊണ്ടൊന്നുമില്ല. ഇപ്പൊ ഈ വിഷയത്തിലുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം, സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇതൊക്കെ കേന്ദ്ര നിയമമാണ്, ഞങ്ങൾ അങ്ങോട്ട് നിയമം ഭേദഗതി അയച്ചിട്ടുണ്ട്, അവർ അപ്രൂവ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒഴികഴിവുകൾ പറഞ്ഞ് ഒഴിവാക്കാണ്. ഞങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് നിലവിലെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇടാവൂ. അപ്പൊ 11(2) സംസ്ഥാന സർക്കാർ 2 തവണ കേരളത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തിന്. ഉദാഹരണത്തിന് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്ത് ഗോപാലൻ എന്ന് പറയുന്ന ഒരു ആദിവാസിയുടെ വീട്ടിൽ പുലി കയറിയപ്പോൾ ആ പുലിയെ ഗോപാലൻ കൊന്നു. ആ ഗോപാലിനെതിരെ ഇപ്പൊ സാധാരണഗതിയിൽ ഗോപാലൻ അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും, മിനിമം 90 ഡേയ്സ് പോവും, 10 വർഷം തടവ് കിട്ടുന്ന കുറ്റമാണ്. കാരണം ഷെഡ്യൂൾ 1 ജീവിയാണ്. പക്ഷെ ആ ഗോപാലിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് കേരളത്തിലെ വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ കോഴിക്കോട് വെച്ച് ഇതുപോലെ പ്രസ് കോൺഫറൻസ് വിളിച്ചു പറഞ്ഞു. അന്ന് പുള്ളി പറഞ്ഞത് ഗോപാലൻ പുലിയെ കൊന്ന് സുരക്ഷിക്കണം, ഞങ്ങൾ കേസെടുക്കുന്നത്. ഇനി 6 മാസം മുമ്പ് ഇതേ ഇടുക്കിയിൽ ഗ്രാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയ കടുവയെ തപ്പിപ്പോയ ഫോറസ്റ്റുകാർ നേരെ കടുവ ചാടിയും ആ കടുവയെ സ്പോട്ടിൽ വെടിവെച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അവിടെയും ഉപയോഗിച്ചത് 11(2) എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പൊ ഒരു സിവിലിയന് വേണ്ടിയിട്ടും ഒരു ഫോറസ്റ്റ് ഒഫീഷ്യലിന് വേണ്ടി നിയമം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കിയുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടി നിയമം ഉപയോഗിച്ചിരുന്ന കുഴപ്പം. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ പറയുന്നത്. നിയമപരമായിട്ട് ഇതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല. ഇതൊരു പൊളിറ്റിക്കൽ വിൽ പവറിന്റെ പ്രശ്നമാണ്. രാഷ്ട്രീയമുള്ള ഒരു പോളിസിയുടെ വിഷയമാണ്. ആ പോളിസിയിലേക്ക്
ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വരണം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിമാൻഡ്. ഞങ്ങളിത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രകടന മുതൽ ഇത് ഉൾപ്പെടുത്തണം. എന്നിട്ട് ആ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ വനാതിർത്തിയിൽ 100 മീറ്റർ വീതിയിൽ വിസ്ത ക്ലിയറൻസ് നടപ്പാക്കുക. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പം 1000 കോടി രൂപയുടെ പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കുന്ന സർക്കാരിന്റെ ഒരു പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും പോകുന്നുണ്ട്. അതിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല. പക്ഷെ എങ്കിൽ ഞങ്ങൾ കുറെ വേലി കിട്ടിയാണ് സർക്കാർ പറയുന്നത്. അപ്പൊ വേലിയുടെ ഒരു പ്രശ്നം, ഈ ഹാങ്ങിങ് ഫെൻസ് ആയിക്കോട്ടെ സാധാരണ ഫെൻസ് ആയിക്കോട്ടെ, 6 മാസത്തിനുള്ളിൽ അത് ആന പൊളിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ അങ്ങോളം ഉണ്ട്. ഞാൻ എല്ലാ ജില്ലകളിലും പോയിട്ടുള്ള ആളാണ്. ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. പ്രത്യേകിച്ച് മരം തള്ളിയിട്ടിട്ട് ഇത് കളയാന്നുള്ളത്. അതിനുള്ളൊരു പരിഹാരമായിട്ട് നമ്മൾ 100 മീറ്റർ വിസ്ത ക്ലിയറൻസ് കംപ്ലീറ്റ് ക്ലിയർ ഫെല്ല് ചെയ്ത് മരങ്ങളും കുറ്റിക്കടകളും നീക്കി അതിന്റെ നടുക്കൂടെ വേലിയിടുക. അപ്പൊ അതൊരു ഒരു ഒരു ബൗണ്ടറി ആയിട്ട് ഫിക്സ് ചെയ്യും. അതുപോലെ കുരങ്ങടക്കമുള്ള വന്യജീവികൾ കൊണ്ട് വരാതിരിക്കാൻ 100 മീറ്റർ രീതിയിൽ ക്ലിയർ ഫെല്ല് ചെയ്ത് ഫയർ ലൈൻ പോലെ തെളിച്ചിട്ട് സഹായിക്കും. ഇത് സംസ്ഥാനക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കേന്ദ്രത്തിന്റെ പെർമിഷൻ വേണ്ട. ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്ലാനിൽ ഇത് ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ മുടക്കുന്ന കാശിന് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക. അല്ലെങ്കിൽ അത് വെറുതെ 6 മാസമാണ് മാക്സിമം. ഏത് വലിയ കാലാവധി. ഇവരൊക്കെ തൃശ്ശൂർ ജില്ലയിൽ നേരിട്ട് അനുഭവങ്ങളുള്ള ആളുകളാണ് ഇവരിക്കുന്ന മുഴുവൻ. അതിരപ്പള്ളിയിൽ 6000 വാഴ പോയ ആളാണ് ജോസ് വർക്കി. ഒറ്റ രാത്രിയാണ് 35 ലക്ഷം രൂപ കടക്കാരനായ ആളാണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു വിഷയം, ഈ ആദിവാസികൾ കൊല്ലപ്പെടുന്നത്. അത് കഴിഞ്ഞ വർഷം 2025 35 ആളുകളാണ് കേരളത്തിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അത് കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് നമ്പറാണ്. അതിൽ 18 പേര് ആദിവാസികളാണ്. ഈ ആദിവാസികൾ കൊല്ലപ്പെടുന്ന മുഴുവൻ വനത്തിനുള്ളിൽ വെച്ച് അവരുടെ ഊരുകളിൽ, അല്ലെങ്കിൽ അവർ വൈകുന്നേരം ഈ അവരുടെ ഊരിലേക്ക് നടന്നു പോകുന്ന സമയത്തൊക്കെയാണ്. അപ്പൊ ഈ വഴി സൈഡിൽ ഇങ്ങനെ ആന നിന്നപ്പോൾ കാണാത്തതിൽ കാട് കുറ്റിക്കടൽ വളർന്നിരിക്കും. അതുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പോകുന്ന ആദിവാസികൾ ഊരുകളും കാര്യങ്ങളും 10 മീറ്റർ രീതിയിൽ ക്ലിയർ ചെയ്യുക, വിസിബിലിറ്റി ഉണ്ടാക്കുക. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സജഷനാണ്. അത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഓക്കെ, അപ്പൊ ബാക്കി നിങ്ങൾ ഓക്കെ, അപ്പൊ ആ ബാക്കിയുള്ള നിങ്ങൾ വായിക്കാം. ഓക്കെ, പിന്നെ MSC നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുക. 10 ലക്ഷം എന്നുള്ള ഒരു ഒരു പ്രൈസാണ് മനുഷ്യ ജീവൻ ഇട്ടിരിക്കുന്നത്. അത് ശരിയല്ല. MSC പ്രകാരം ന്യായ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുക. ഓക്കെ, അത് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഒറ്റ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണം കുറയ്ക്കുക. അത് ക്യാരിയിങ് കപ്പാസിറ്റി എന്നൊരു പോയിന്റാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് വന്യമൃഗ ശല്യം ഉണ്ടാകുന്നു ചോദിച്ചാൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കേരളത്തിലെ വനങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ കൂടുതൽ വന്യമൃഗങ്ങൾ പെരുകുന്നുള്ളതാണ്. അത് ശാസ്ത്രീയമായിട്ട് പഠിച്ച് ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് അതിന്റെ എണ്ണം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫൈനൽ സയന്റിഫിക് സൊല്യൂഷൻ. ലോകം മുഴുവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ട്. ഞാൻ ബാക്കി വായിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ. പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നാമതായിട്ട് പറയുന്നത് ഇതിന്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് റബ്ബറിന് 250 രൂപ, തേങ്ങയ്ക്ക് കിലോ 70 രൂപ, നെല്ലിന് 35 രൂപ. ആ രീതിയിൽ താങ്ങുവില പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ 1.5 വർഷം 2 വർഷമൊക്കെയാണ് നെല്ല് സപ്ലൈ തൃശ്ശൂർ പാലക്കാടൊക്കെ നെൽ കർഷകർക്ക് പൈസ കിട്ടുന്നില്ല. 1.5 കൊല്ലമൊക്കെ ഉണ്ടില്ലേ. അത് ഒഴിവാക്കുക. രണ്ടാമതായിട്ടുള്ള വിഷയം വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ ലാൻഡ് റിഫോംസ് ആക്ട്, ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലാൻഡ് സീലിംഗ് ഉണ്ട്. 15 ഏക്കർ മാത്രമേ ഒരു കുടുംബത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. തോട്ടഭൂമിയിൽ 7 ഇനം കൃഷിയെ പറ്റുള്ളൂ. തോട്ടമേഖല മുഴുവൻ തകർന്നെടുക്കണ കിടക്കാൻ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ് ഈ 7 കൃഷി എന്ന് മാത്രം എന്നുള്ള റെസ്ട്രിക്ഷൻ എന്തിനാണ്? തോട്ടഭൂമിയിൽ മറ്റു ഇപ്പൊ മാവ്, സപ്പോട്ട, പേര, ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്ത് എന്താ കുഴപ്പം? പച്ചക്കറി കൃഷി ചെയ്ത് എന്താ കുഴപ്പം? പാല് പശുവിനെ വളർത്തി എന്താ കുഴപ്പം? പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തി എന്താ കുഴപ്പം? മനുഷ്യന് ആവശ്യമുള്ള രീതിയിലല്ല ലാൻഡ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ 75 വർഷം മുമ്പ് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു നിയമമാണ്. അന്നത് വേണമായിരുന്നു. കാരണം അന്ന് കർഷകരുണ്ടായിരുന്നു, കർഷക തൊഴിലാളികളുണ്ടായിരുന്നു. ഇന്ന് കർഷകരും ഇല്ല, കർഷക തൊഴിലാളികളും ഇല്ല. അപ്പൊ ഈ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഇത് നമ്മൾ പറയാണ്. നമ്മൾ പറയുന്നത് ഈ രൂക്ഷമായ വന്യമൃഗ ശല്യമുള്ള 30 മണ്ഡലങ്ങൾ തൃശ്ശൂർ, ഇവിടുത്തെ ചാലക്കുടി, ചേലക്കര, ഉള്ളൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ. ഈ ഒരു ഡിമാൻഡുകൾ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ കിഫ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് നമ്മൾ പറയുന്നത് ഈ മണ്ഡലങ്ങളിൽ. ഓക്കെ, അതിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 3 മണ്ഡലങ്ങളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ 5 മണ്ഡലങ്ങളുണ്ട്. അതായത് പുതുക്കാടും വടക്കഞ്ചേരിയും കൂടെ പ്രശ്നമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ രൂക്ഷമായിട്ടുള്ള പ്രശ്നമുള്ളത് ചാലക്കുടി, ചേലക്കര, ഒല്ലൂർ മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ അടക്കം ബാക്കി മൊത്തം 30 മണ്ഡലങ്ങളിൽ കിഫ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി എന്നുള്ള ഇവരുടെ ഞങ്ങൾ എല്ലാ പാർട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം സംസ്ഥാനത്ത് 30 അതിൽ കിഫയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. അപ്പൊ അതില് എത്ര വോട്ട് കിട്ടും, ജയിക്കോ തോൽവിയോ എന്നുള്ള നമ്മുടെ പ്രശ്നം. ഈ ഒരു വിഷയം രാഷ്ട്രീയമായിട്ട് ഇവിടെ ചർച്ച ചെയ്യണം എന്നുള്ളത്. മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. ഇവിടെ ഇപ്പൊ എന്താണ് ചർച്ച ചെയ്യുന്നത്? രാഹുൽ മാങ്കോട്ടത്തിന്റെ അവിഹിതം, അല്ലാത്ത ശബരിമലയിലെ പ്രശ്നം,
ഇങ്ങനെ ഒരു യാതൊരു ജനജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രസക്തിയുമില്ലാത്ത ഇക്കിളി കഥകൾ ചർച്ച ചെയ്ത് സമയം കളയാം. അതല്ല, ഇവിടുത്തെ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം മാറണം. അതിന് സജീവമായി അടിയ വിഷയം ഉയർത്തിക്കൊണ്ട് ഇഫ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കാൻ ശ്രമിച്ചാൽ 30 മണ്ഡലങ്ങളിൽ കിഫയുടെ സ്ഥാനാർത്ഥികളുണ്ടാവും. തൃശ്ശൂർ ജില്ലയിൽ 3 കിഫയ്ക്ക് പെയ്ഡ് മെമ്പേഴ്സ്, നമ്മുടെ ഒഫീഷ്യൽ മെമ്പേഴ്സ് 10,000 പേരാണ് ആ സ്റ്റേറ്റ് വൈഡ്. ഇല്ലല്ല, ഞങ്ങൾ ചർച്ച ചെയ്തതും സ്ഥാനത്തിൽ നിർത്തുന്നതിന് മുമ്പാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവർ വേണ്ട ചർച്ചകൾ പരാജയപ്പെട്ടു, അവർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ മാത്രം ഞങ്ങൾ നിർത്തുന്നുള്ളൂ. അല്ല, പ്രകടന പത്രികകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ചോദിക്കാം. വാക്കുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രകടന പത്രികയിൽ ഒഫീഷ്യലായിട്ട് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇല്ല, കഴിഞ്ഞ വർഷത്തിലില്ല. ഇല്ല, അതല്ല സ്പെസിഫിക്. അതെ, വന്യമൃഗശല്യം പരിഹരിക്കുമെന്ന് പറയുന്നത് എങ്ങനെ പരിഹരിക്കുമെന്നില്ല ഞങ്ങൾ. അല്ല, അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവർ തരണം. പ്രകടനപത്രിക ഉൾപ്പെടുത്തുകയും ഞങ്ങൾ വന്നാൽ ഈ രീതിയിൽ ചെയ്യുമെന്നുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. അത് കൂടുതൽ ഇപ്പൊ നമുക്കിപ്പം മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങാൻ പറ്റില്ലല്ലോ. കറക്റ്റ്, അതാണ് പോയിന്റ്. അത് ജനറൽ ആയിട്ടുള്ള പറച്ചിലിനപ്പുറത്തേക്ക്. അല്ല, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ ഒരു സ്റ്റാൻഡ് ഞങ്ങൾ കൊടുത്ത കുറച്ച് ഡിമാൻഡുകൾ, ഞാനും എന്റെ പാർട്ടിയും ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ അത് ചെയ്യുമെന്ന് എഴുതി ഒപ്പിട്ട് തരുന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ചെയ്തിരുന്നു. തൃശ്ശൂരൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിൽ നിങ്ങൾ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അഫിഡവിറ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്ന ആളുകളാണ് ഭൂരിപക്ഷം മലയോര മേഖലയിൽ ജയിച്ചത്, ഈ വന്യമൃഗശല്യം ഉള്ള മേഖലയിൽ. അപ്പൊ ആ രീതിയിൽ പ്രഷർ ബിൽഡ് ചെയ്യാണ്. അപ്പൊ രാഷ്ട്രീയക്കാർ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, രാഷ്ട്രീയക്കാരുടെ വാക്കും കീറിയ ചാക്ക് ഒരുപോലെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഈ രാഷ്ട്രീയക്കാർക്ക് അവഗണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞു. അതിൽ കിഫയുടെ പങ്ക് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അപ്പൊ ഏതാ ഇല്ല, ടൂറിസത്തിന്റെ എനിക്ക് നിങ്ങൾ അതിരപ്പള്ളിയിലെ കാര്യമാണോ പറയുന്നത്? ഇല്ല, ഞങ്ങളുടെ അതായത് ടൂറിസത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ എവിടെ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്ന വനത്തിനകത്താണോ പുറത്താണോ? റിസോർട്ടുകൾ വനഭൂമിക്കകത്തുണ്ട്. ഇല്ല, വനഭൂമിക്കകത്ത് ഏത് റിസോർട്ടാണ്? ഒരു റിസോർട്ടിന്റെ പേര് പറയാം. രാജമാണിക്യം ഈ അട്ടപ്പാടിയിൽ വനഭൂമിക്കകത്ത് ജെണ്ടയ്ക്കകത്ത് റിസോർട്ടിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഏത് റിസോർട്ട് പേര് പറയാം? റിസോർട്ടിന്റെ പേര് എനിക്കറിയില്ല. വെച്ചപ്പതി, വെള്ളകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ ആദിവാസി ഭൂമി കൈകളിൽ തന്നെ റിസോർട്ട് സ്ഥാപിക്കുന്നു. കേരളത്തിലെ ഈ ടൂറിസം വികസനം ഈ വ്യാപകമായി ഈ വന്യജീവികൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കാരണമാണ്. ഇല്ല, ടൂറിസം നടക്കുന്നത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. എവിടെയാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ്? വനത്തിനുള്ളിൽ. അല്ലല്ല, വയനാട്ടിൽ ആദിവാസികൾ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് ആരേറ്റെടുത്തു? സർക്കാരോ? സർക്കാരില്ല, സ്ഥലം വാങ്ങുന്നത്. അല്ല, ഒന്നാമത്തെ കാര്യം ആദിവാസി ഭൂമി വേറെ വാങ്ങാൻ സാധ്യതയില്ല. അത് തിരുവനന്തപുരത്താണ്. അത് വേറെ വിഷയമാണല്ലോ. അത് നമ്മുടെ വിഷയമാണല്ലോ, അത് സർക്കാർ നോക്കേണ്ട വിഷയമല്ലേ. അല്ലല്ല, ഇതിനകത്തുള്ള ബേസിക് പ്രശ്നം അങ്ങനെയുള്ള ഇപ്പൊ 35 റിസോർട്ടുകാരുണ്ടെന്ന് വെക്കുക. 35 റിസോർട്ടുകാരുണ്ടാക്കിയ പ്രശ്നമാണ് ഇത്. അത് ടൂറിസത്തെ റെഗുലേറ്റ് ചെയ്യുന്ന സർക്കാരാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അല്ല, ഈ 18 ആദിവാസികൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാ? ടൂറിസം കാരണം. അതെങ്ങനെ? ഒറ്റപ്പാടിയിൽ 8 ആദിവാസികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ, ടൂറിസം കാരണമാണ്. അതെന്താ? ടൂറിസത്തിന് മുമ്പ് ആദിവാസികൾ കൊല്ലപ്പെട്ടിട്ടില്ലേ? നിസ്സാരവൽക്കരിക്കല്ല, നമ്മളതിന്റെ പരിഹാരമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ കടന്നു കയറ്റം വനത്തിനുള്ളിൽ റിസോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് വനത്തിനുള്ളിൽ റിസോർട്ടുകൾ ഒഴിപ്പിക്കുന്ന ആരാ? ഫോറസ്റ്റ് വകുപ്പല്ലേ? ഞങ്ങളാണോ? എന്ത് പറയുന്ന അർത്ഥമില്ലെന്ന്? എന്തില്ലാന്ന്? കേരളത്തിൽ എത്ര ഏക്കർ കയ്യേറ്റം നിങ്ങളെ കണക്കിൽ പറഞ്ഞേ? ഞാൻ പറയാം. നിങ്ങൾ കയ്യേറ്റം എന്നുള്ളൊരു കയ്യേറ്റങ്ങൾക്ക് അനുകൂലമല്ല. പറയാം. കയ്യേറ്റത്തിന്റെ കണക്ക് വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം 2020 കേരളത്തിൽ 20,000 ഏക്കർ കയ്യേറ്റം ഉണ്ടെന്നാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. 2024 അത് 8,000 ഏക്കറായിട്ട് കുറഞ്ഞു. 12,000 ഏക്കർ കുറഞ്ഞു എന്നാണ് വനം വകുപ്പ് പറയുന്നത്.
പിന്നെ നിങ്ങൾ കയ്യേറ്റം ഉണ്ട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ഫിഷിംഗ് അസൈൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിർത്തി തർക്കങ്ങളാണ് കൂടുതൽ. പ്രത്യേകിച്ച് മലബാർ 6 ജില്ലയിൽ 5 ലക്ഷം ഏക്കർ സർക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട് കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ഫിഷിംഗ് അസൈൻമെന്റ് ആക്ട് പ്രകാരം. അത് എന്തിനാണ് പിടിച്ചെടുത്തത്? അത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പതിച്ചു കൊടുക്കാനാണ് പിടിച്ചെടുത്തത്. അതായത് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ കയ്യേറ്റത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഈ പറഞ്ഞ 20,000 ഏക്കറിൽ ബഹുഭൂരിപക്ഷവും ഈ പ്രൈവറ്റ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കങ്ങളാണ്. അത് കേസ് തീർപ്പായതുകൊണ്ടാണ് 20,000 ഏക്കർ 8,000 ഏക്കറായിട്ട് കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കയ്യേറ്റം എന്ന് നിങ്ങൾ പറയുന്ന ഈ ഏരിയകൾ മുഴുവൻ പഴയ ജന്മിവാദ സ്ഥലമാണ്. അത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പതിച്ചു കൊടുക്കേണ്ട സാധനമാണ്. അതുകൊണ്ടാണ് 9th ഷെഡ്യൂളിലിട്ട് ഒരു നഷ്ടപരിഹാരം കൊടുക്കാതെ സർക്കാർ പിടിച്ചത്. അതിനിപ്പോഴും 4 ലക്ഷം ഏക്കർ സർക്കാരിന്റെ കയ്യിൽ നിൽക്കുക. ഇപ്പൊ വയനാട്ടിലെ കേസ്, ആദിവാസികളുടെ കേസ് പറഞ്ഞു. ഇപ്പൊ ജാനു മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടായില്ലേ, അവരെന്തിനാ സമരം ചെയ്തത്? ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. അവർ വയനാട്ടിൽ ജനിച്ചു വളർന്ന ആദിവാസികളെ വയനാട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പകരം 50 കിലോമീറ്റർ അകലെയുള്ള ആർല ഫാമിൽ കൊണ്ടുപോയി പുനരധിവസിപ്പിച്ചു. അവിടെ ആനക്കൂടാണ്. ആർല ഫാമിൽ 10 ആദിവാസികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിൽ 50,000 ഏക്കർ സ്ഥലമുണ്ട് വെസ്റ്റേൺ ഫോറസ്റ്റ്. ആദിവാസികൾക്ക് വെച്ചു കൊടുക്കേണ്ട സ്ഥലമാണ്. അത് കൊടുക്കാതെ ഈ രീതിയിൽ കൊണ്ടു നടക്കുന്നു. അട്ടപ്പാടിയിലെ സ്പെസിഫിക് കേസാണ് ഞാൻ അട്ടപ്പാടി 2-3 ലക്ഷം പോയിട്ടുള്ള ആളാണ്. അവിടെ 10ഓളം ആദിവാസികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് വനം കയ്യേറി ഇത് കൊണ്ടാട്ടുണ്ടെങ്കിൽ അത് 100% ഒഴിപ്പിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ വനത്തിനകത്തുള്ള ഒരു റിസോർട്ടും ഇല്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് റിസോർട്ട് വനത്തിൽ നടക്കുന്നത് കാണിച്ചാൽ കിഫ മുന്നോട്ട് പോകും. കിഫ കേസ് കൊടുക്കണം ഹൈക്കോടതിയിൽ അത് ഒഴിപ്പിക്കാൻ. അതൊക്കെ വെറും തെറ്റായ പൊതുബോധമാണ്. വനത്തിനകത്ത് ഒരു റിസോർട്ടും കേരളത്തിലില്ല. അത് ഉള്ള ഒരെണ്ണം വനം KFTCയുടെ കുമിളിയിൽ എന്താണ് ആരണ്യ നിവാസം KTDFCയുടെ റിസോർട്ടാണ് വനത്തിനകത്തുള്ളത്. വേറെ ഒരു റിസോർട്ട് വനത്തിനകത്തില്ല. ബാക്കിയുള്ളത് നിങ്ങൾ കയ്യേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഫോറസ്റ്റ് അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. ട്രൈബൽ ലാൻഡ് വേറെ വാങ്ങാൻ സാധ്യമല്ല. ട്രൈബൽ ലാൻഡ് വാങ്ങുകയല്ല, ഓക്കെ ആയിരിക്കും. 1935 പ്രകാരം 2 മന്ത്രിമാരെ കേരളത്തിൽ കൊണ്ടുവന്നു. ഒന്ന് ഇസ്മയിലിന്റെ കാലത്തും പിന്നെ ചന്ദ്രശേഖരന്റെ കാലത്തും ആ ഭൂമി മുഴുവൻ ഇന്ന് മറ്റുള്ളവർ കയ്യേറി കഴിഞ്ഞു. നിയമസഭയിൽ ആയിക്കോട്ടെ, അത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവാ. ഒരു നിയമ നടപടിയും ഉണ്ടാവില്ല. അല്ല, അത് സർക്കാർ നോക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും വനം വകുപ്പും ട്രൈബൽ വകുപ്പും കയ്യേറ്റക്കാർക്ക് പോവാണ്. കയ്യേറ്റക്കാർക്ക് വേണ്ടി അല്ല, അത് നിങ്ങൾ റവന്യൂ മന്ത്രി രാജനുണ്ടല്ലോ, K രാജൻ, കൊല്ലൂർ MLA ആണ്. അല്ല, അത് നമ്മുടെ വിഷയമല്ല. അത് വിഷയം. ഞങ്ങൾ പറയുന്നത് അട്ടപ്പാടിയിൽ 8 ആദിവാസികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആനയുടെ ആക്രമണത്തിൽ. അവരുടെ ഊരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ആരോ വന്ന് കയ്യേറിയതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് പ്രശ്നത്തിൽ സർവകൽപ്പിക്കുകയാണ്. അതല്ല, അട്ടപ്പാടിയിൽ എണ്ണം കൂടി, ആനയുടെ എണ്ണം കൂടി എന്നുള്ള പ്രശ്നം. കടുവ കഴിഞ്ഞ വർഷം 4 പേരെ കടുവ കൊന്നത് കേരളത്തിൽ. കടുവ എന്തുകൊണ്ടാണ് ആളുകൾ കടുവ കൊല്ലുന്നത്? അത് അതാണ് പറയാം. എന്ത് ഒറ്റ മിനിറ്റ് പറയാം. നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞുതരാം. കടുവ കേരളത്തിൽ 213 കടുവയുണ്ട് ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം. 2006 ആദ്യമായിട്ട് ക്യാമറ ട്രാപ്പ് വെച്ച് കടുവ എണ്ണം കയറുന്നത്. അന്ന് 46 കടുവയുള്ളൂ. 46 കടുവ എന്നുള്ള 213 കടുവയായി. വയനാട്ടിൽ 80 കടുവയാണ് ലാസ്റ്റ് കണക്ക്. വയനാട്ടിൽ 20 കടുവയെ പറ്റുള്ളൂ. ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വന്നാലേ പറയാം. തെങ്ങ് തിരക്കാക്കല്ലേ. 20 കടുവ, അതായത് ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്റർ എന്നാണ് NDCയുടെ കണക്ക്. സൈറ്റ് നോക്കിയാൽ മതി. അപ്പൊ 344 സ്ക്വയർ കിലോമീറ്ററാണ് വയനാട്. അപ്പൊ ബാക്കി കടുവ എന്ത് ചെയ്യണം? അതിനാണ് 12 BB. ഞങ്ങളുടെ പോയിന്റിൽ ഈ പോയിന്റ് നോക്കുക. പോയിന്റ് നമ്പർ 7 12 BB എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് കേന്ദ്ര വികസന പ്രശ്നങ്ങൾ. ട്രാൻസ്ലൊക്കേഷൻ, സ്ഥലം മാറ്റുക. നമീബിയ എന്ന് ചീറ്റ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ചീറ്റയെ മധ്യപ്രദേശിലേക്ക് വിടാം. ഒരു കടുവ പോലും ഇല്ലാത്ത കടുവ സങ്കേതം ഇന്ത്യയിലുണ്ട്. വയനാട് കടുവ സങ്കേതം പോലും ഇല്ല. അവിടെയാണ് 50 കടുവ. ഇവിടുന്ന് മാറ്റാം. നിയമത്തിൽ വകുപ്പുണ്ട് 12 BB. അത് ഉപയോഗിച്ച് കടുവേനെ മാറ്റണം. എന്താ പ്രശ്നം? ശുപാർശ അയക്കണം കേന്ദ്രത്തിൽ. കേന്ദ്ര NDC ആണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ശുപാർശ പോകണം. എന്തുകൊണ്ട് ശുപാർശ പോകുന്നില്ല? 4 പേര് കൊല്ലപ്പെട്ടതിൽ 3 പേര് വയനാട്ടിലാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രാധ എന്ന് പറയുന്ന ആളെ ഞാൻ ആ സ്ഥലത്ത് കണ്ട മാനന്തവാടിയിൽ രാധയെ പിടിച്ച സ്ഥലം. കടുവയെ മാറ്റണം, ആനയെ മാറ്റണം. അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെയല്ലേ? കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്ലൈൻഡ് കൺസർവേഷൻ മാറി മാനേജ്മെന്റ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകൾ എവിടെയെന്നറിയോ? അമേരിക്കയിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 5000 കടുവയുണ്ട്. പെറ്റായിട്ട് വളർത്തുക വീട്ടിൽ. ഇന്ത്യയിൽ 3000 കടുവ ലേറ്റസ്റ്റ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ക്യാരിങ് കപ്പാസിറ്റിയെ പറ്റി വളരെ ഗൗരവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. എത്ര കടുവ പറ്റും? ആന 600 ആളുകളെയാണ് ഇന്ത്യയിൽ ഒരു വർഷം ആനകൾ കൊല്ലുന്നത്.
കേരളത്തിൽ 35, ഒറീസയിൽ 100 വരെ കൊല്ലുന്നത്, ആസാമിൽ 80 വരെ കൊല്ലുന്നു. അപ്പൊ എത്ര മനുഷ്യരെ നമ്മൾ ആനയ്ക്കും കടുവയ്ക്കും കുരുതി കൊടുക്കും? ഓക്കെ.